ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. കുറച്ച് നാളായല്ലേ ഈ ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇതൊരു രണ്ടാമത്തെ തുടക്കമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി സിനിമ പറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ IMDb റേറ്റിംഗിൽ നല്ല റേറ്റിംഗ് ഉള്ള ഒരു മൂവി എനിക്ക് കിട്ടി. നല്ല സിനിമ കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക്. ഒരു പാവപ്പെട്ട ദരിദ്രനായിട്ടുള്ള ഒരു ലോട്ടറി കച്ചവടക്കാരൻ, അദ്ദേഹത്തിന്റെ കടയിൽ നിന്നും ഒരു അപ്പൂപ്പൻ 2 ലോട്ടറി മേടിച്ചു. പക്ഷേ കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് അപ്പൂപ്പൻ പറഞ്ഞു, മോനെ ഈ ലോട്ടറി നീ ഇവിടെ വെച്ചേക്ക്, ഞാൻ നാളെ വന്ന് മേടിച്ചോളാം. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ആ 2 ലോട്ടറിക്ക് 1.5 കോടി രൂപ ലോട്ടറി അടിക്കുകയാണ്. പക്ഷേ ഈ ലോട്ടറി കച്ചവടക്കാരൻ ലോട്ടറി എടുക്കുന്നില്ല, അതിന്റെ അവകാശി ആ അപ്പൂപ്പനാണെന്ന് പറയാണ്. എന്നാൽ ഈ മനുഷ്യന് ആ അപ്പൂപ്പന് ലോട്ടറി കൊടുക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. സ്വന്തം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന്, നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്, പോലീസുകാരുടെ ഭാഗത്തുനിന്ന്. അങ്ങനെ അവസാനം ആ അപ്പൂപ്പന്റെ കയ്യിലേക്ക് മാണിക്യം എന്ന് പേരുള്ള ആ പാവൽ ലോട്ടറി കച്ചവടക്കാരൻ ആ ലോട്ടറി എത്തിച്ചോ ഇല്ലയോ എന്നതാണ് നമ്മൾ ഈ കഥയിലൂടെ കേൾക്കാൻ പോകുന്നത്. അവസാനം മനസ്സെല്ലാം നിറഞ്ഞു പോകും കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ നമുക്ക് നേരെ ഈ ഒരു സിനിമയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ SI രാജേന്ദ്രൻ, ഇയാളും ഒരു കോൺസ്റ്റബിളും കൂടെ വളരെ വേഗത്തിൽ എങ്ങോട്ടോ വണ്ടി ഓടിച്ചു പോവാണ്. ഇതേ നേരം തന്നെ മറ്റൊരു നാട്ടിലെ SI ആയിട്ടുള്ള ശിവയെ വിളിച്ചിട്ട്, അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് ഒരാളെ കണ്ടുപിടിക്കേണ്ടതുണ്ട്, ഞാൻ അയാളുടെ ഫോട്ടോ നിങ്ങളുടെ ഫോണിലേക്ക് അയക്കാം, നിങ്ങളുടെ നാട്ടിലേക്കാണ് അവൻ വന്നുകൊണ്ടിരിക്കുന്നത്, അവന്റെ പേര് മാണിക്കുന്ന. അങ്ങനെ SI ശിവയ്ക്ക് ആ ഒരു ഫോട്ടോ കിട്ടി. അവൻ തുറന്നു നോക്കുമ്പോൾ അത് നമ്മുടെ കഥാനായകനായിട്ടുള്ള മാണിക്യമാണ്. മാണിക്യത്തിനെ തേടി പോലീസുകാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനായിരിക്കും? അതിനു മുന്നേ ആയിട്ട് അദ്ദേഹത്തിന്റെ ലൈഫും അദ്ദേഹത്തിന്റെ ഫാമിലിയും അദ്ദേഹത്തിന്റെ നാടും ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് അറിയണം. അപ്പൊ നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്നത് മാണിക്യം, അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങൾ, ലതിക, ഇളയ പെണ്ണായിട്ടുള്ള അമുത, 2 പേരും പഠിക്കുന്ന സ്കൂളിലേക്കാണ്. അപ്പൊ മൂത്ത പെണ്ണായിട്ടുള്ള ലതികയ്ക്ക് ഒരു വർക്ക് കിട്ടിയിരിക്കുകയാണ്, അവളുടെ ഫാമിലിയെ കുറിച്ച് ഒരു വലിയ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലതിക അവളുടെ കുടുംബത്തെ കുറിച്ച് എഴുതുകയാണ്. അവൾക്കൊരു അനിയത്തിയുണ്ട്, പേര് അമുത. പക്ഷെ അവളുടെ ആ ഒരു കുഞ്ഞനിയത്തിക്ക് സംസാരിക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, പരമാവധി അവളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ശ്രമിക്കുക. വീട്ടിലുള്ള എല്ലാവരും അതിനുവേണ്ടി നന്നായിട്ട് ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ അമ്മയുടെ പേര് സുമതി. ഇവരുടെ വീടുള്ളത് ഒരു എസ്റ്റേറ്റിലാണ്. അപ്പൊ അങ്ങോട്ടേക്ക് വരുന്ന തൊഴിലാളികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് സുമതിക്ക്. സുമതിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവളുടെ അമ്മയും കൂടെയുണ്ട്. അതുപോലെ സുമതിക്ക് ഒരു അനിയനുണ്ട്, പേര് വസന്ത്. ആൾക്ക് പുറത്തേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പൊ തൽക്കാലം ഒരു മെക്കാനിക്കാണ്. പിള്ളേരെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം ഈ മാമനായിട്ടുള്ള വസന്താണ്. അതുപോലെ സുമതിക്ക് ഒരു മാമനുണ്ട് കേട്ടോ. ഈ മാമന്റെ പരിപാടി എന്താ വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുക. അപ്പൊ സുമതിയുടെ അമ്മയോടൊക്കെ ക്യാഷ് ഇടുക എന്ന് പറയുന്ന സമയത്ത് ഉണ്ടെങ്കിലല്ലേ ഇടാൻ പറ്റുള്ളൂ എന്ന് വരെ അയാൾ ചോദിക്കുന്നുണ്ട്. അയാളോട് ചോദിക്കുകയാണ്, കാരണം അത്രയും കഷ്ടപ്പാടും ദാരിദ്ര്യമുള്ള കുടുംബമാണ്. ഇതെല്ലാം ലതിക അവളുടെ ആ ഒരു കുറിപ്പിലൂടെ എഴുതുന്നതാണ് കേട്ടോ, അവളുടെ ഫാമിലിയെ കുറിച്ച്. ഇനി എന്റെ അച്ഛന്റെ പേര് മാണിക്കെന്നാണ്, അദ്ദേഹം ജോലി ചെയ്യുന്നത് കേരളത്തിലാണ്, ലോട്ടറി കച്ചവടമാണ് എന്റെ അച്ഛന്. എന്റെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പാവമാണ്, എല്ലാവരോടും നല്ല രീതിയിൽ മാത്രമേ സംസാരിക്കുള്ളൂ, ആരോടും ദേഷ്യപ്പെടില്ല. പക്ഷേ ഞങ്ങളെ 2 പേരെയും ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്. ഞങ്ങൾ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛന് ദേഷ്യം വരും കേട്ടോ. ഇപ്പൊ പഠിക്കുന്ന കാര്യത്തിൽ തന്നെ എന്തെങ്കിലും കാര്യത്തിന് എന്റെ അമ്മ ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് ഭയങ്കര ദേഷ്യമാണ്, ഞങ്ങളൊന്നും പറയാൻ സമ്മതിക്കില്ല. അതുപോലെ രണ്ടാമത്തെ മകളായിട്ടുള്ള അമുതയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നുണ്ട്. കാരണം എന്താ, അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഡോക്ടർ പല മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അധികം വൈകാതെ വേണമെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യാം, അതിനാവശ്യമായിട്ടുള്ള കാശ് റെഡിയാക്കിയോ എന്ന് മാണിക്യത്തിനോട് പറയുന്നുണ്ട്. പക്ഷേ കാശ് എവിടെ നിന്നാണ്? വല്ലാത്തൊരു ദാരിദ്ര്യമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് അദ്ദേഹത്തിന്റെ കുടുംബം കടന്നു പോകുന്നത്. എന്നിരുന്നാലും കുടുംബത്തെ സന്തോഷിപ്പിക്കാനായിട്ട് മാണിക്യം നന്നായിട്ട് ശ്രമിക്കാറുണ്ട്. സുമതി അതുപോലെ തന്നെ 2 പിള്ളേരുമായിട്ട് ഇടയ്ക്ക് പുറത്തേക്കൊക്കെ പോകട്ടോ. ഇപ്പൊ തന്നെ നല്ലൊരു അടിപൊളി സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ കുറെ അധികം ഓൺലൈൻ മീഡിയക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടാമത്തെ മകൾ അമുതയ്ക്ക് നേരെ മൈക്ക് നീട്ടിയിട്ട് സ്ഥലം എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാനായിട്ട് അമുത ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ്. ഇത് കണ്ട് വേഗം അങ്ങോട്ടേക്ക് വന്ന മാണിക്യം സുമതി 2 പേരും പറയുന്നുണ്ട് അവൾക്ക് അങ്ങനെ സംസാരിക്കാനായിട്ടില്ല, അതാവുന്നേ ഉള്ളൂ എന്ന് പറയാണ്. ആ സമയത്ത് മകളുടെ ആ ഒരു സങ്കടം എല്ലാം കാണുമ്പോൾ മാണിക്യത്തിനും സുമതിക്കും അറിയാതെ ഉള്ളിലൊന്ന് പെടഞ്ഞു പോവുകയാണ്, ഒരു നോവ് വരുന്നുണ്ട്. പിന്നെ അവരുടെ നാട്ടിലൊരു ഫാദർ ഉണ്ട് കേട്ടോ. ഈ മോളുടെ കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും വീട്ടിലേക്ക് വരും, പ്രാർത്ഥനയെല്ലാം നടത്തിയിട്ട് ഫാദർ പോകും. ഫാദറിനോട് ഭയങ്കര കാര്യമാണ് മാണിക്യത്തിന്. ഇതിന് പുറമെ ഒരു 2 ലക്ഷം രൂപയുടെ കടം ഇവർക്കുണ്ട്, അതും ഒരു SIയുടെ കയ്യിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാശ് ചോദിക്കാനായിട്ട് SI കോൺസ്റ്റബിളിനെ വിട്ടിരിക്കുകയാണ്. അയാൾ നല്ല ചൂടായിട്ടാണ് ഇപ്പൊ സുമതിയോട് സംസാരിക്കുന്നത്. എത്ര നാളായി കാശ് തരാന്ന് പറഞ്ഞിട്ട് ഇതെന്താ തരാത്തത്? അങ്ങനെ അയാൾ ഭയങ്കര ചൂടാവുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അവളുടെ മാമൻ വന്നിട്ട് അയാളൊന്ന് ശാന്താക്കിയിട്ട് നിങ്ങളൊന്ന് പോ, ഒരു 2-3 ആഴ്ചക്കുള്ളിൽ കാശ് തരാന്ന് പറയാണ്. അതുകൊണ്ട് തൽക്കാലം അയാൾ അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മാണിക്യത്തിനെ കാണിക്കാണ്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും തൊട്ടടുത്ത് തന്നെ കച്ചവടമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കൂട്ടുകാരൻ വന്നിട്ട് മാണിക്യത്തിനോട് പറയണം, മാണിക്യം ആകെ പ്രശ്നമായിട്ടുണ്ടാ, നമ്മുടെ ഈ ഒരു കടയെല്ലാം ഒഴിഞ്ഞു കൊടുക്കണം എന്നാ പറയുന്നത്. കാരണം ബിൽഡിംഗ് എല്ലാം റീവർക്ക് ചെയ്യാൻ പോവാണ്, നമ്മളിനി എന്താ ചെയ്യുക? ഇത് കേട്ട സമയത്ത് മാണിക്യത്തിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. വീട്ടിലേക്ക് വന്നിട്ട് അതേ ആ ഒരു ടെൻഷനിൽ തന്നെ ഇരിക്കുകയാണ്. എന്താണ് കാര്യം എന്ന് സുമതി ചോദിച്ചപ്പോൾ, അല്ല കട ഒഴിഞ്ഞു കൊടുക്കണം എന്നാ പറയുന്നത്. പുതിയൊരു കട നോക്കണമെങ്കിൽ അതിന് അഡ്വാൻസും വാടകയും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു കാശാവും, എന്ത് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു പിടുത്തമില്ല. പക്ഷെ ഒന്നും മിണ്ടാതെ സുമതി അവിടുന്ന് പോവാണ്. പിറ്റേ ദിവസം രാവിലെ മാണിക്യൻ ജോലിക്ക് പോയി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ ഒരു ടിഫിൻ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു സ്വർണത്തിന്റെ മാല ഉണ്ടായിരുന്നു. അതാരാ വെച്ചതെന്ന് ഇപ്പൊ മാണിക്യത്തിന് മനസ്സിലായി. വേഗം തന്നെ ഭാര്യയെ വിളിക്കാണ്, സുമതി എന്തിനാണ് ഈ മാല നീ വെച്ചത് എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ സുമതി പറയാണ്, ഇതൊക്കെ
ഇതൊക്കെ ഓരോ ആവശ്യത്തിന് എടുക്കാനല്ലേ, ഇത് നമ്മുടെ ഒരു സമ്പത്തല്ലേ, അതല്ലാതെ ഇത് വെറുതെ കഴുത്തിലിട്ട് നടന്നിട്ട് എനിക്കെന്ത് കിട്ടാനാ, ഇത് വെച്ച നല്ലൊരു കട നിങ്ങൾ എങ്ങനെയെങ്കിലും ശരിയാക്കുമെന്ന് പറയണം. അതായത് മാണിക്യത്തിന്റെ കഷ്ടപ്പാട് നല്ലോണം അറിയുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സുമതി. ഇതുപോലത്തെ ഭാര്യമാർ അല്ലെങ്കിൽ ലൈഫ് പാർട്ട്നേഴ്സ് ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ലൈഫ് ഭയങ്കരമായിട്ട് രസമായിരിക്കുമല്ലേ, സന്തോഷമായിരിക്കും. എന്തായാലും കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ മാണിക്യത്തിന്റെ ആ ഒരു ലോട്ടറി കട ഉണ്ടല്ലോ, ഇതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പ്രായമായിട്ടുള്ള അപ്പൂപ്പൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടറിയാം നല്ല വിഷമത്തിലാണ്. എന്താണ് ആ വിഷമത്തിന്റെ കാരണമെന്ന് ഇപ്പൊ കാണിക്കുന്നുണ്ട്. അതായത് ഈ അപ്പൂപ്പന് ഒരു മകളുണ്ട്. വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് അയച്ചു. എന്നാൽ ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായിട്ട് അവള് വീട്ടിലേക്ക് വരികയാണ്. അതായത് സ്ത്രീധന തുക അത് മുഴുവൻ കൊടുക്കാത്തത് കൊണ്ട് കെട്ടിയവന്റെ അമ്മയും കെട്ടിയവനും കൂടെ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അത് ചോദിക്കാൻ വേണ്ടി ഈ അപ്പൂപ്പൻ ചെന്ന സമയത്ത് അവര് പറയാണ് തരാനുള്ള കാശ് അത് മുഴുവനായിട്ട് തരികയാണെങ്കിൽ മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്റെ ചെക്കന് ഞാൻ വേറെ പെണ്ണിനെ നോക്കുന്നു പറയാണ്. ആകെ സങ്കടത്തിലായി എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് ഈ അപ്പൂപ്പൻ നേരെ അവിടുന്ന് ഈ ടൗണിൽ വന്നിരിക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില സ്ത്രീകൾ ഏതോ ഒരാൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരെണ്ണം എടുത്താലോ എന്നൊക്കെ പറയുന്നത് ഈ അപ്പൂപ്പൻ കേൾക്കാണ്. അപ്പൊ അപ്പൂപ്പനും തോന്നി എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്, ഒരു ഭാഗ്യപരീക്ഷണം എന്നോണം 2 ലോട്ടറി എടുക്കാം. അങ്ങനെ നേരെ പോകുന്നത് മാണിക്യത്തിന്റെ അടുത്തേക്കാണ്. മോനെ സുഖമല്ലേ? അപ്പാപ്പൻ എന്തോ ലോട്ടറി എടുക്കണം തോന്നുന്നുണ്ട്, വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടാ, മോൻ നോക്കി ഒരു 2-3 എണ്ണം എടുത്തതാന്ന് പറയണം. അതിനെന്താ എടുക്കാലോ എന്ന് പറഞ്ഞിട്ട് ഒരു 4 ലോട്ടറി എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിലേതെങ്കിലും ഒന്നില് അപ്പൂപ്പൻ അടിക്കാതിരിക്കില്ല എന്ന് മാണിക്യം പറയുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ അടിക്കുമായിരിക്കുമല്ലേ എന്ന് ഒരു പ്രതീക്ഷയില്ലാതെ അപ്പൂപ്പൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ലോട്ടറിയുടെ കാശായിട്ട് ഒരു 400 രൂപ കൊടുക്കാനായിട്ട് കീശയിൽ തപ്പി നോക്കുമ്പോൾ ആകെ ഉണ്ടായിരുന്ന 500 രൂപയുടെ ഒരു നോട്ടാണ്. അത് കാണാനില്ല. അപ്പൂപ്പൻ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്താ കാര്യം എന്ന് മാണിക്യം ചോദിക്കുമ്പോൾ മോനെ എന്റെ കാശ് കാണാനില്ല, അതെവിടെ വീണുപോയി, വാ നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് മാണിക്യം കൂടെ തിരയാൻ കൂടുകയാണ് കേട്ടോ. പക്ഷെ അവിടെ ആകെ തപ്പി നോക്കിയിട്ടും എവിടെ ആ നോട്ട് കിട്ടുന്നില്ല. അപ്പൊ അപ്പൂപ്പനോട് മാണിക്യം പറയുന്നുണ്ട് അപ്പൂപ്പ എന്തായാലും ഒരു കാര്യം ചെയ്യും, ഈ ലോട്ടറി നിങ്ങൾ കൊണ്ടുപോയിക്കോ, അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വരുമല്ലോ അപ്പൊ കാശ് തന്നാൽ മതി. അപ്പൊ ഈ അപ്പൂപ്പൻ പറയണ അത് ശരിയാവില്ല മോനെ, എന്തായാലും ഒരു കാര്യം ചെയ്യും, ഞാൻ എടുത്ത ലോട്ടറി ഉണ്ടല്ലോ ഇത് അവിടെ മാറ്റി വെച്ചേക്ക്, ഞാൻ വരുമ്പോ കാശ് തരാന്ന് പറയാണ്. മാണിക്യം നിർബന്ധിച്ചെങ്കിലും അപ്പൂപ്പൻ അത് മേടിച്ചില്ല കേട്ടോ. പിന്നീട് അയാൾ അവിടെ നിന്ന് നടന്നു പോകണം. പെട്ടെന്ന് മാണിക്യൻ അപ്പൂപ്പാന്ന് വിളിച്ചിട്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ കാര്യം ചോദിച്ചപ്പോ എന്തായാലും കാശ് മുഴുവൻ പോയി, പിന്നെ എങ്ങനെയാ നിങ്ങൾ വീട്ടിലേക്ക് പോവാ, ഈ 200 രൂപ കയ്യിൽ വെച്ചോന്ന് മാണിക്യം അപ്പൂപ്പനോട് പറയണം കേട്ടോ. അപ്പൂപ്പന് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഇപ്പൊ അപ്പൂപ്പൻ പറയണം മോനെ ഞാൻ തിരിച്ചു വരുമ്പോ ഈ പൈസയും ഞാൻ തിരിച്ചു തരുന്നു പറയണം. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് വീണ് പോയ ആ 500 രൂപ അത് 2 ഭിക്ഷക്കാർക്ക് കിട്ടുകയാണ്. അപ്പൊ ആ ഒരു കാശ് എടുത്തപാട് തന്നെ അവർ രണ്ടുപേരും പറയുന്നുണ്ട് ഇതിന്റെ ഉടമസ്ഥന് നല്ലത് മാത്രം വരുത്തണേ ദൈവമേ എന്ന്. എന്തായാലും ഇതിനുശേഷം അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള നമ്മുടെ അപ്പൂപ്പനെ കാണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ തന്നെ ഭാര്യയും മകളും ചോദിക്കുന്നുണ്ട് എന്തായി, പോയ കാര്യം എന്തായി. ആ സമയത്ത് അപ്പൂപ്പൻ നടന്നതൊക്കെ പറയാണ്. സ്ത്രീധനത്തിന്റെ ബാക്കി കാശ് അത് കൊടുക്കാതെ അങ്ങോട്ടേക്ക് പോണ്ടാന്നാ മോളെ പറയുന്നത്. അപ്പൊ ആ ഒരു മോള് പറയുന്നുണ്ട് അച്ഛാ ഇനി ആ ഒരു കാശൊന്നും കൊടുക്കണ്ട, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല, നമുക്ക് ഈ ഒരു വീടുണ്ടല്ലോ നമുക്ക് ഇവിടെ ജീവിക്കാന്ന് പറയാണ്. എന്താ ചെയ്യാ, ഇതുപോലെ എത്ര കുടുംബങ്ങളല്ലേ. ഇതിനുശേഷം മാണിക്യത്തിനെ കാണിക്കുന്നുണ്ട്. മാണിക്യത്തിന്റെ കടയിലേക്ക് ലോട്ടറി അയക്കുന്ന ഏജന്റുമാരുണ്ടാവുമല്ലോ, അതിലൊരു ഏജന്റ് മാണിക്യത്തിനെ വിളിച്ചിട്ട് പറയണ എടാ ഇത്തവണത്തെ ആ ഒരു 1.5 കോടി അത് അടിച്ചിരിക്കുന്നത് നിനക്ക് അങ്ങോട്ടേക്ക് തന്നിരിക്കുന്ന ലോട്ടറികളിൽ ഏതോ ഒന്നിനാണ്, ആണോ ആ ഒരു നമ്പർ പറയാന്ന് പറഞ്ഞിട്ട് നമ്പർ ചോദിച്ചിട്ട് വേഗം തന്നെ എഴുതിയെടുക്കാണ്. പിന്നീട് മാണിക്യം പരിശോധിച്ച് നോക്കുമ്പോൾ ഏത് ലോട്ടറിക്കാണ് 1.5 കോടി അടിച്ചിരിക്കുന്നത്, ആ അപ്പൂപ്പൻ ഒരു 4 ലോട്ടറി മാറ്റി വെക്കാൻ പറഞ്ഞായിരുന്നല്ലോ, ആ ലോട്ടറിക്കാണ് ഈ കാശ് അടിച്ചിരിക്കുന്നത്. മാണിക്യത്തിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം അപ്പൂപ്പൻ 1.5 കോടി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നാളിലും എടുത്തത്, അതുകൊണ്ട് തന്നെ നല്ലൊരു തുക കമ്മീഷനായിട്ട് കിട്ടും. പിന്നീട് വേഗം തന്നെ മാണിക്യം കട അടക്കുകയാണ്. ലോട്ടറി എടുത്തുകൊണ്ട് അപ്പൂപ്പനെ തേടി നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതിനു മുന്നേ ഭാര്യയായിട്ടുള്ള സുമതി ഒന്ന് വിളിക്കുന്നുണ്ട്, ഇതുപോലെ എന്റെ കടയിൽ വെച്ച് ലോട്ടറി അടിച്ചിട്ടുണ്ട്, ഇതുവരെയായിട്ടും ഇത്രയും വലിയൊരു എമൗണ്ട് അടിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ലൊരു തുക കമ്മീഷനായിട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു കമ്മീഷൻ മേടിക്കാനാണോ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് സുമതി ചോദിച്ചപ്പോൾ മാണിക്യം പറയാണ് അല്ല, ആ ലോട്ടറി ഇപ്പോൾ എന്റെ കയ്യിലാണ്, ഞാനത് അയാൾക്ക് കൊടുക്കാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് പോവാന്ന് പറയണം. അത് പിന്നെ എനിക്ക് മനസ്സിലായില്ല എന്ന് സുമതി പറയാണ്. അപ്പൊ വിശദീകരിച്ച് മാണിക്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു അപ്പൂപ്പൻ വന്നു ലോട്ടറി എടുത്തു, കാശില്ലായിരുന്നു, അതുകൊണ്ട് ലോട്ടറി എന്റെ അടുത്ത് തന്നെ വെച്ചോന്ന് പറഞ്ഞു, ആ ലോട്ടറിക്കാണ് ഇപ്പോ പ്രൈസ് അടിച്ചിരിക്കുന്നത്. ഇത് കേട്ടപാട് സുമതി പറയാണ് അല്ലടോ നിങ്ങൾ എന്തിനാ ആ ലോട്ടറിയുമായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്, അയാൾ കാശ് തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ആ തുക നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇതെനിക്ക് അവകാശപ്പെട്ടതല്ല, ആ അപ്പൂപ്പന് തന്നെ ഇത് കൊടുക്കണമെന്ന് വാശി പിടിക്കാണ് മാണിക്യം. എന്നാൽ സുമതി സമ്മതിക്കുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാണിക്യത്തിന് കാര്യം മനസ്സിലായി, ഇതെന്തായാലും ഇങ്ങനെ പോയാൽ അവൾ എന്റെ മനസ്സ് മാറ്റും, അതിനു മുന്നേ ഈ അപ്പൂപ്പൻ ഇത് കൊണ്ടേ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. കടയുടെ തൊട്ടടുത്ത് തന്നെ കൂട്ടുകാരനുണ്ടായല്ലോ, അയാൾക്ക് പറയാണ് ഇനി എങ്ങാനും ആ അപ്പൂപ്പൻ ഇങ്ങോട്ടേക്ക് വന്ന് എന്നെ ചോദിച്ചാൽ എന്റെ ഫോണിലേക്ക് വിളിക്കണം കേട്ടോ. ഇതും പറഞ്ഞ് അപ്പൂപ്പനെ തേടി മാണിക്യം നേരെ പോവാണ്. ഇതിനുശേഷം സുമതിയെ കാണിക്കുന്നുണ്ട്. സുമതി വേഗം അനിയനായിട്ടുള്ള വസന്തനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്, എത്രയും പെട്ടെന്ന് നീ നിന്റെ അളിയനൊന്ന് കണ്ടുപിടിക്കുക, അയാളെ പറഞ്ഞ് മനസ്സിലാക്കിക്ക്, ആ ലോട്ടറിയുമായിട്ട് ഇങ്ങോട്ടേക്ക് വാടാന്ന് പറയണം. ഇത് കേട്ടപാട് തന്നെ വസന്ത് ബൈക്ക് എടുത്ത് പോവാണ്. ഇതേ നേരം തന്നെ നമ്മുടെ മാണിക്യം ഉണ്ടല്ലോ ബസ്സിൽ കയറിയിട്ട് എങ്ങോട്ടോ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ നേരെ ആ ഒരു കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് എടാ അപ്പൂപ്പൻ എന്റെ കടയിലേക്ക് വന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കൂട്ടുകാരൻ പറയണേ എടാ നീ പോയിട്ട് ഒരു 10 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ, വന്നാ ഞാൻ വിളിക്കാന്ന് പറയണം. ശരിയടാന്ന് പറഞ്ഞിട്ട് മാണിക്യം കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ നേരത്താണ് ബസ് സ്റ്റാൻഡിലേക്ക് ആര് വരുന്നത്, സുമതിയുടെ അനിയൻ വസന്ത് വരുന്നത്. വസന്ത് വന്ന് നോക്കുമ്പോൾ മാണിക്യം കട അടച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ മുഴുവനായിട്ടും തപ്പി നോക്കി, എവിടെയും അളിയനെ, അതായത് മാണിക്യത്തിനെ കാണാനില്ല.
പാടില്ല. ഇതേ സമയം മാണിക്യം അവൻ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബസ് കാണിക്കുകയാണ്. ആ പോകുന്ന റൂട്ടിൽ ഒരാളുടെ കാറ് കേടായി കിടക്കുകയാണ്. ആ ആളുടെ കാറൊന്നുമല്ല, ഇയാൾ വിദേശത്ത് നിന്ന് വരുന്നതാണ്. അപ്പൊ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു ടാക്സി പിടിച്ചതാ. അതാണ് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത്. എന്തായാലും പിന്നെ പോകാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോകുന്ന ബസ്സിന് കൈ കാണിക്കുകയാണ്. അതിനുള്ളിലേക്ക് കയറി ഭയങ്കര പൈസക്കാരനാണ്, അതുകൊണ്ട് ഭയങ്കര ഷോയി ഇറക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള ആളുകൾക്ക് ഇത് ഭയങ്കര അരോചകമായിട്ട് തോന്നുകയാണ്. എന്നിട്ട് പിന്നീട് ഈ ഗുരുമൂർത്തി ചെന്നിരിക്കുന്നത് നമ്മുടെ മാണിക്യത്തിന്റെ അടുത്തേക്കാണ്. ഇതേ നേരം മാണിക്യത്തിന്റെ ഫോണിലേക്ക് ഭാര്യ സുമതി വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സുമതി, നിങ്ങൾ എവിടെയാ, എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചപ്പോൾ ഇപ്പൊ മാണിക്യം പറയാണ്, നീ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്, ലോട്ടറി കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത്. ഇപ്പൊ ഞാനുള്ളത് അമ്പലത്തിലേക്കാണ്, ഞാൻ ഒന്ന് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്യുന്നുണ്ട്. ഈ കാര്യമൊക്കെ ആര് കേൾക്കുകയാണ്? തൊട്ടടുത്തിരിക്കുന്ന ഗുരുമൂർത്തി കേൾക്കുകയാണ്. അല്ല, നിങ്ങളുടെ ഭാര്യയോട് എന്തിനാ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ മാണിക്യം പറയല്ല, ആ ബസ്സിൽ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സത്യം, അത് വിജയിക്കാൻ വേണ്ടി എത്ര കള്ളങ്ങൾ വേണമെങ്കിലും പറയാം, ബാക്കിയുള്ളവരെ നോവിപ്പിക്കാതെ. അപ്പൊ എന്താ കാര്യം എന്ന് ഗുരുമൂർത്തി ചോദിച്ച സമയത്ത് മാണിക്യം എല്ലാം പറയാണ് കേട്ടോ. ഇത് കേട്ടപ്പോൾ ഗുരുമൂർത്തി ചോദിക്കുന്നുണ്ട്, ഈ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള മനുഷ്യന്മാരോ? പക്ഷേ മാണിക്യം, നിങ്ങൾക്ക് ജീവിക്കാൻ അറിയില്ല കേട്ടോ, നിങ്ങൾ ഈ കാണിക്കുന്ന വലിയ മണ്ടത്തരാന്ന് പറയാണ്. ഇതേ നേരം തന്നെ സുമതി പറഞ്ഞിട്ട് ആ അമ്പലത്തിലേക്ക് വസന്ത് ചെന്ന് നോക്കുന്നുണ്ട്. എന്നാൽ അമ്പലത്തിലൊന്നും മാണിക്കില്ലല്ലോ. ഇതേ നേരം സുമതി ആണെങ്കിൽ അവളുടെ മാമനുണ്ടല്ലോ, മാമനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നീട് മാമൻ തന്നെ മാണിക്യത്തിനെ നേരിട്ട് വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്ത പാടിനെ മാമൻ പറയുന്നുണ്ട്, മോനെ മാണിക്ക, പറയുന്നത് കേൾക്കടാ, നിന്റെ കുടുംബം അത്യാവശ്യം നല്ല രീതിയിൽ ദാരിദ്ര്യത്തിലാണ്, മകളുടെ ഓപ്പറേഷന് കാശ് വേണ്ടാ, അതുപോലെ തന്നെ നിന്റെ അനിയൻ വസന്ത്, എടാ അവന് പുറത്തു പോകണ്ടാ, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കുടുംബത്തിന് വേണ്ടി ചെയ്യണമെങ്കിൽ ആ കാശ് വേണം, നീ ആ ലോട്ടറിയുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് മാണിക്യം അടുക്കുന്നില്ല കേട്ടോ. ഇല്ല, ഇതെനിക്ക് അവകാശപ്പെട്ടതല്ല, ഞാൻ കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാം. ഇതേ നേരം മാമൻ പറയുന്നുണ്ട്, അവൻ ആര് പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതായത് ആ നാട്ടിലെ ഫാദർ തന്നെ. ഫാദറിനോട് ചെന്ന് കാര്യങ്ങൾ മുഴുവനായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഫാദർ മാണിക്യത്തിന് വിളിക്കുന്നുണ്ട്. ഫാദർ വിളിച്ച പാടിന് മാണിക്യം മോനെ തിരിച്ചു വാടാന്ന് പറയാണ്. അപ്പൊ മാണിക്യം പറയാണ്, ഇല്ല ഫാദർ, ഈ ലോട്ടറി കൊടുക്കാതെ ഞാൻ തിരിച്ചു വരില്ല എന്ന് പറയാണ്. അപ്പൊ ഫാദർ പറയുന്നുണ്ട്, ഇത് വലിയൊരു പാപമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ കിട്ടുന്ന തുകയിൽ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യ്, അനാഥരായിട്ടുള്ള എത്ര കുട്ടികളാണ് അവിടെ ഉള്ളത്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യ്, അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ ഒരു കുറ്റബോധവും മഹാഭാവമായിട്ട് തോന്നില്ല എന്ന്. അതും നമ്മുടെ മാണിക്യം കേൾക്കുന്നില്ല. അവൻ പറയാണ്, ലോട്ടറി ഞാൻ കൊണ്ടു കൊടുത്തിട്ടേ വരുള്ളൂ. പിന്നീട് ഫോൺ വെക്കാണ്. ഇതേ സമയത്തിന് ഫാദർ നമ്മുടെ വസന്തിനെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, എന്റെ ഒരു ഫ്രണ്ട് സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നീ എന്തായാലും അവനൊന്ന് പോയി കണ്ടു നോക്കുന്നു പറഞ്ഞിട്ട് ആ നമ്പറും കൊടുത്ത് വസന്തിനെ നേരെ അങ്ങോട്ടേക്ക് വിടുക. അങ്ങനെ സൈബർ സെല്ലിലെ ആ ഓഫീസർ വന്നിട്ട് എന്താണ് കാര്യം എന്ന് വസന്തിനോട് ചോദിക്കുന്നുണ്ട്. വസന്ത് എല്ലാ കാര്യവും പറയാണ്. എങ്ങനെയെങ്കിലും മാണിക്യം, അതായത് അളിയൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ഒന്ന് ട്രേസ് ചെയ്ത് തരണം. ഇതേ സമയത്തിന് ആ ഓഫീസർ ചോദിക്കുകയാണ്, ഓക്കെ, ഇത്രയും വലിയ കാശ് കിട്ടാൻ പോവല്ലേ, എനിക്ക് എന്താ ലാഭം എന്ന് ചോദിച്ചപ്പോൾ 50,000 രൂപ തരാമെന്ന് വസന്ത് പറയണേ. 50,000 രൂപയോ? എടോ, കിട്ടാൻ പോകുന്നത് വലിയൊരു എമൗണ്ട് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് വേണം. എന്തായാലും തൽക്കാലം നീ ഇവിടുന്ന് പോയിക്കോ, ഞാൻ കറക്റ്റായിട്ട് ആ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാന്ന് പറയണം. പിന്നീട് ഈ ഓഫീസർ മാണിക്യത്തിന്റെ ആ ഒരു ഫോൺ നമ്പർ അത് ട്രേസ് ചെയ്തുകൊണ്ട് ഏത് ഭാഗത്തേക്കാണ് മാണിക്യം പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യം വസന്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ സുമതിയും അവളുടെ മാമനും കൂടെ നേരെ പോയത് ഇവർ കടം മേടിച്ചില്ലേ ഒരു 2 ലക്ഷം രൂപ ഒരു എസ്ഐയുടെ കയ്യിൽ നിന്നും ആ എസ്ഐയുടെ അടുത്തേക്കാണ്. ഇയാളുടെ പേരാണ് എസ്ഐ രാജേന്ദ്രൻ. എസ്ഐയോട് കാര്യങ്ങളൊക്കെ പറയണം, സാറേ എങ്ങനെയെങ്കിലും ആ ഒരു ലോട്ടറി തിരിച്ചു കൊണ്ടുവന്ന് തരണം, അങ്ങനെയാണെങ്കിൽ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാമെന്ന് പറയാണ്. ആ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് സുമതിയും അതുപോലെ തന്നെ മാമനെയും ഇയാൾ പറഞ്ഞു വിടുകയാണ്. പിന്നീട് എസ്ഐ പറയാണ്, എടോ എന്തിനാണ് ആ ഒരു 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്, ആ ലോട്ടറി എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാൻ പറ്റിയ 1.5 കോടി രൂപയും നമുക്ക് തന്നെയല്ലേ, നമുക്കത് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. പിന്നീട് എസ്ഐ രാജേന്ദ്രനും ഒരു കോൺസ്റ്റബിളും കൂടെ നേരെ മാണിക്യത്തിന്റെ ആ ഒരു കടയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. കട അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തെ ആളോട്, അതായത് മാണിക്യത്തിന്റെ കൂട്ടുകാരനോട് അവൻ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. എവിടെ പോയി എന്ന് എനിക്കറിയില്ല, ഇവിടുന്ന് പോയിട്ടുണ്ട്, ഒരു ബസ് കയറിയാ പോയതെന്ന് പറയാണ്. പിന്നീട് അവിടുത്തെ CCTV അതൊക്കെ നിരീക്ഷിച്ച് നോക്കിയ സമയത്ത് മാണിക്യം ഏത് ബസ്സിലാണ് കയറിയത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി, അതായത് എസ്ഐ രാജേന്ദ്രന്. പോലീസുകാർ പിന്നീട് ഇവിടുന്ന് പോയ വാർഡ് തന്നെ മാണിക്യത്തിനെ അവന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് ഇതുപോലെ പോലീസുകാർ നിന്നെ തേടി വന്നിരുന്നു എന്ന് മാണിക്യത്തിനോട് പറയാണ്. അപ്പൊ മാണിക്യത്തിന് മനസ്സിലായി അവന്റെ പിന്നാലെ ചില ആൾക്കാർ വരുന്നുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാടാന്ന് പറഞ്ഞിട്ട് പിന്നീട് മാണിക്യം ഫോൺ കട്ട് ചെയ്യാണ്. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ ബസ് ഒരു സ്ഥലത്തേക്ക് നിർത്തുന്നുണ്ട് കേട്ടോ, അതായത് ബാത്റൂമിൽ പോകാനും ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഒരു ഗ്യാപ്പിന്. ആ സമയത്ത് വീണ്ടും മാണിക്യത്തിനെ ഭാര്യ വിളിക്കുകയാണ്. സുമതി പറയാണ്, ഒരേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ, ദയവ് ചെയ്ത് മനുഷ്യ ഒന്ന് ഇങ്ങോട്ടേക്ക് വാ. എന്നാൽ അതിന് മാണിക്യം സമ്മതിക്കുന്നില്ല കേട്ടോ. ഇപ്പൊ ദേഷ്യം വന്ന് സുമതി പറയാണ്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ വരുന്ന സമയത്ത് എന്റെ 2 മക്കളുടെയും ശവമായിരിക്കും നിങ്ങൾ കാണുക. ഇതും പറഞ്ഞ ദേഷ്യത്തിൽ അവൾ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട സമയത്ത് മാണിക്യം ഒന്ന് ടെൻഷൻ ആവുന്നുണ്ട്, ഇതെന്താ ഇവളിങ്ങനെ പെരുമാറുന്നേ, അവള് പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്യോ എന്നുള്ള ഒരു പേടിയും മാണിക്യത്തിന് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ്. ആ സമയത്ത് ബസ് ഇവിടുന്ന് പോയി. ചെറുതായിട്ട് അപ്പം മഴയും പെയ്തു. അതേ നേരം തന്നെ ഒരു കള്ളം വന്ന് മാണിക്യത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുകയാണ് കേട്ടോ. മാണിക്യം വിട്ടില്ല, അവന്റെ പിന്നാലെ ഓടുകയാണ്. ഒരു ഘട്ടത്തിൽ ആരുമില്ലാത്ത ഭാഗത്തെത്തിയപ്പോൾ ഒരു കത്തി കാണിച്ച് മാണിക്യത്തിന് അയാൾ പേടിപ്പെടുത്തുകയാണ്. എന്നിട്ട് ആ ബാഗ് തുറന്ന് അതിലുള്ള കാശ് എടുത്തിട്ട് ആ ബാഗ് മാണിക്യത്തിന് നേരെ എറിഞ്ഞു കൊടുത്ത് കള്ളൻ അവിടെ ഓടിപ്പോവാണ്. എന്നാൽ ലോട്ടറി ടിക്കറ്റ് അത് ആ ഒരു ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബാഗ് തുറന്നെടുക്കുകയാണ്. അതുപോലെ തന്നെ മഴയും പെയ്യുന്നുണ്ട്. ഈ ബാഗിൽ നിന്ന് ലോട്ടറി പിന്നീട് പുറത്തേക്ക് എങ്ങനെ തെറിച്ചു വീണു. അത് പിന്നെ ആ ഒരു വെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്നുണ്ട്. പരമാവധി പിടിക്കാൻ വേണ്ടി മാണിക്യം നോക്കിയെങ്കിലും അവസാനം അത് ചെന്ന് വീഴുന്നത് ഒരു ഓവിജാലിലേക്കാണ്. മാണിക്യം എത്ര നോക്കിയിട്ടും അത് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷെ അപ്പോഴേക്കും
അപ്പോഴേക്കും ആ ലോട്ടറി ചെറിയൊരു കമ്പിയിൽ തട്ടി അവിടെ അങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. പിന്നീട് കഷ്ടപ്പെട്ട് കയ്യിലിട്ട് അതിനുള്ളിൽ നിന്നും ആ ഒരു ലോട്ടറി മാണിക്കപ്പെടുകയാണ്. മഴയത്ത് നിന്നുകൊണ്ടാണ് ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആകെ നനഞ്ഞ് ഒരു പരിവായിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ബസ് വരുമ്പോൾ അതിൽ കയറി പോവാന്ന് മാണിക്കം തീരുമാനിക്കുകയാണ്. പക്ഷേ കൊടുക്കാൻ കാശില്ലല്ലോ, ടിക്കറ്റ് എടുക്കണ്ടേ, 10 പൈസ കയ്യിലില്ല. ബാഗിലുണ്ടായിരുന്ന കാശ് മുഴുവൻ കള്ളം കൊണ്ടുപോയി. ഇതേ നേരം അവിടെ ഉണ്ടായിരുന്ന ആ ചായക്കടക്കാരൻ മാണിക്കത്തിന് വിളിക്കുകയാണ്. ഡാ മോനെ ഇങ്ങോട്ട് വാ, നേരത്തെ ചായ കുടിച്ചതിന്റെ കാശ് തന്നില്ലേ, അതിന്റെ ബാക്കി നീ മേടിച്ചിട്ടില്ലല്ലോ, ഇതാ ബാലൻസ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ മാണിക്കം ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് ഈ കാശ് വേണമെങ്കിൽ തരാതിരുന്നൂടെ, പിന്നെ എന്തിനാ എന്നെ വിളിച്ച് കാശ് കയ്യിൽ തന്നെ തന്നത്? ഇപ്പോ ആ ചായക്കടക്കാരൻ മാണിക്യത്തിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. മോനെ, കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്ന കാശ് മാത്രം എനിക്ക് മതി, എനിക്ക് അർഹതപ്പെടാത്ത ഒരു രൂപ പോലും എനിക്ക് വേണ്ടാന്ന് പറയാണ്. ആ വാക്കുകൾ വീണ്ടും മാണിക്യത്തിന്റെ ഉള്ളിനെ ടച്ച് ചെയ്യാണ് കേട്ടോ. ആ സമയത്ത് ഭാര്യ സുമതി വിളിക്കുന്നുണ്ട്. അപ്പൊ സുമതിയോട് മാണിക്യം പറയാണ്, സുമതി, ആ ടിക്കറ്റ് അപ്പൂപ്പിന് തന്നെ കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ച സമയത്ത് ഒന്നും എന്റെ ലൈഫിൽ സംഭവിച്ചില്ല. പക്ഷേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ സമയത്ത് അത് കൊടുക്കണ്ട എന്ന് ചെറുതായിട്ടെങ്കിലും ഞാൻ എന്റെ മനസ്സിലൊന്ന് വിചാരിച്ചു പോയി. ആ സമയം മുതൽ എനിക്ക് സംഭവിക്കുന്നതൊക്കെ വളരെ മോശം കാര്യങ്ങളാണ്. നമ്മുടേതല്ലാത്തൊരു കാശ് നമുക്ക് വേണ്ട സുമതി. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും അതിന്റെ ആ ഒരു ദുഃഖത്തിൽ ഞാൻ ജീവിക്കേണ്ടി വരും. മനസ്സാക്ഷിയുടെ മുന്നിൽ ഞാൻ തോറ്റുപോകും സുമതി. ഇത് കേട്ടപ്പോൾ സുമതി എന്താണ് മാണിക്യം പറയുന്നതെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല. സുമതി പറയണേ, എല്ലാത്തിനേക്കാളും നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ ആദർശവും നിങ്ങളുടെ ചിന്തകളൊക്കെയാണല്ലോ, ഞാനും എന്റെ മക്കളൊന്നും നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുന്നില്ല അല്ലേ. ഇതിങ്ങനെ സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ മാണിക്യം കോള് കട്ടിയാണ്. ഇതേ സമയം തന്നെ മാണിക്യം ആദ്യം കയറിപ്പോയ ആ ഒരു ബസ് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ഡ്രൈവർക്ക് കോള് വരുന്നുണ്ട്. അതായത് SI രാജേന്ദ്രനാണ് വിളിച്ചത്. ഇതെന്താ ഇത്രയും നേരമായിട്ട് നിങ്ങൾ ഫോൺ എടുക്കാതിരുന്നത്, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ, ഇതെന്താ ചോദിച്ചപ്പോൾ ഞാൻ ഡ്രൈവിംഗിലായിരുന്നു സാറേ, അതാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയെന്ന് പറയണം. ഓക്കെ, നിങ്ങളുടെ വാട്സപ്പിൽ ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, ആ ആള് ബസ്സിലുണ്ടോ എന്ന് നോക്ക്, ഞങ്ങൾ അയാളെ പിടിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വേഗം തന്നെ ഫോട്ടോ കണ്ടപ്പോൾ ഈ ഡ്രൈവർക്ക് മനസ്സിലായി, കാരണം മാണിക്യത്തിനോട് അയാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടി ബസ് നിർത്തിയപ്പോൾ മാണിക്യം കയറിയിട്ടില്ല എന്നുള്ള കാര്യം ഈ ഡ്രൈവറും കണ്ടക്ടറും ശ്രദ്ധിച്ചിട്ടില്ല. അയാൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബസ് നിർത്തി നേരെ മാണിക്യം ഇരുന്ന ആ ഒരു സീറ്റിന്റെ അരികിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ മാണിക്യം ഇല്ലായിരുന്നു. സാറേ, നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി ഒന്ന് നിർത്തിയായിരുന്നു, അപ്പൊ അയാൾ ഇറങ്ങിയിട്ടുണ്ടാവും, പിന്നീട് തിരിച്ച് കയറിയിട്ടുണ്ടാവില്ല. പിന്നീട് വേഗം തന്നെ ഈ SI രാജേന്ദ്രൻ ആ നാട്ടിലെ SI ആയിട്ടുള്ള ശിവയെ വിളിക്കുകയാണ്. ഇതുപോലൊരു സംഭവം ഉണ്ട്, ലോട്ടറി ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിഹിതം നിനക്കും കിട്ടും, അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അവനെ പൊക്കണം എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോട്ടോ, അതായത് മാണിക്യത്തിന്റെ ഫോട്ടോ ശിവയുടെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യം. ഞാൻ എല്ലാം നോക്കിക്കോളാന്ന് SI ശിവ പറയാണ്. ഇതിനുശേഷം ഇയാൾ വിളിക്കുന്നത് ഇയാൾക്ക് നല്ല പരിചയമുള്ള ഒരു കോൺസ്റ്റബിളിനെയാണ്. ഇയാളാണെങ്കിൽ എന്തോ ഒരു ഹോസ്പിറ്റൽ കേസിൽ പെട്ട് കാശൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. ആ നേരത്താണ് ശിവ വിളിച്ചിട്ട് പറയുന്നത്, ഇതുപോലൊരു കഞ്ചാവുമായിട്ട് ഒരുത്തം വരുന്നുണ്ട്, മാണിക്കുന്ന പേര്, ഫോട്ടോയും അയച്ചു കൊടുക്കുന്നുണ്ട്, പിടിക്കുകയാണെങ്കിൽ നിനക്കൊരു തുക കിട്ടുമെന്ന് പറയണം. എന്നാൽ യഥാർത്ഥത്തിൽ അവന്റെ കയ്യിൽ ലോട്ടറിയാണ്, ഇത്ര വലിയ കാശ് കിട്ടും എന്നൊന്നും പറയുന്നില്ല, കാരണം ഈ കോൺസ്റ്റബിളിന് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. എന്തായാലും ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഈ കോൺസ്റ്റബിൾ ഇയാളെ അളിയനെ വിളിച്ച് പറയാണ്. ആളും ഒരു കോൺസ്റ്റബിൾ ആണ്, കോൺസ്റ്റബിൾ സർഗുണം. ഇയാളൊരു ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതുപോലൊരു കേസ് ഉണ്ട്, കഞ്ചാവുമായിട്ട് വരികയാണ്, പിടിച്ചു കൊടുത്താൽ ഒരു കാശ് കിട്ടും, ഒരു വിഹിതം നിനക്കും തരാമെന്ന് പറയാം. ആയിക്കോട്ടെ, അയാളുടെ ഫോട്ടോ ഒന്ന് അയക്കളിയാന്ന് പറയാണ്. ഇതേ നേരം തന്നെ ഈ സർഗുണത്തിന്റെ ഫോണിലേക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അയാളുടെ നെറ്റൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അളിയ ഒന്ന് റീചാർജ് ചെയ്തേ, എന്നാലും എനിക്ക് ആ ഒരു ഫോട്ടോ കാണാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഇപ്പൊ ചെയ്തുതരാന്ന് പറയണം. ഇതേ നേരം തന്നെ ഈ സർഗുണം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ബസ്സിൽ അയാളുടെ തൊട്ടപ്പുറത്തെ സീറ്റിൽ തന്നെ ആരിയ്ക്കുന്നുണ്ട്, മാണിക്കിരിക്കുന്നുണ്ട്. പക്ഷേ മാണിക്കാണെന്ന് ഇയാൾക്കറിയില്ലല്ലോ, ഫോട്ടോ ഇതുവരെയായിട്ടും ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നെറ്റ് ഓഫർ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാട്ടുവഴിയിലൂടെയാണ്. പെട്ടെന്ന് റോഡിനരികിലൂടെ കുറേയധികം ആനകൾ ക്രോസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബസ് നിർത്തുകയാണ്. ഡ്രൈവർ ആ ഒരു സമയത്ത് പറയുന്നുണ്ട്, ആരും ഒരു ശബ്ദം ഉണ്ടാകരുതെന്ന്. അല്പനേരം കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ആന ഉണ്ടല്ലോ, ബസ്സിന്റെ ഉള്ളിൽ കുറച്ച് പഴം കാണുകയാണ്. അതിന്റെ ആ ഒരു തുമ്പിക്കൈ ഉപയോഗിച്ച് അത് സ്വമേധയാ വന്ന് അത് എടുക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവറിന്റെ കിളി പോയി എന്ന് പറയാം. എന്തായാലും പഴം എടുത്തുകൊണ്ട് ആന ഒരു കുഴപ്പം ഉണ്ടാക്കാതെ അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ മാണിക്യത്തിന്റെ വീട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പിള്ളേര് രണ്ടുപേരും സ്കൂൾ വിട്ട് കഴിഞ്ഞു വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനുശേഷം വീണ്ടും മാണിക്യം പോകുന്ന ആ ഒരു ബസ് കാണിക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബസ്സിന്റെ ടയർ പഞ്ചറാവുകയാണ്. ഡ്രൈവർക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, ഏതവനെയാണാവോ ഇന്ന് കണിയേണ്ടത്, എവിടെ നോക്കിയാലും പണിയാണല്ലോ. എന്തായാലും യാത്രക്കാർ മുഴുവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പൊ കണ്ടക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇനി വരുന്ന ബസ്സിൽ നിങ്ങൾക്ക് പോകാം, ടിക്കറ്റ് തന്നാൽ ഞാൻ അതിൽ എഴുതി തരാന്ന് പറയണം. ഇതേ നേരം തന്നെ മറ്റേ ഒരു കോൺസ്റ്റബിൾ സർഗുണം പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ടുണ്ടല്ലോ. ഇയാൾ നോക്കുമ്പോൾ നെറ്റ് റീചാർജ് ചെയ്തു ഫോട്ടോ ലോഡ് ആവുകയാണ്. നോക്കുമ്പോൾ ഇയാളുടെ തൊട്ടടുത്തിരുന്ന ആളാണ്. ഇത് കണ്ട് സർഗുണം ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇയാളാണോ, ഇയാൾ ഇത്രയും നേരം എന്റെ തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ മറ്റൊരു ബസ് വന്ന് എല്ലാവരും അതിൽ കയറിപ്പോയി. ഈ പോലീസുകാരനെ അതിൽ കയറാൻ പറ്റിയില്ല. അപ്പൊ തന്നെ അതിലൂടെ പോയ ഒരു ബൈക്കുകാരനെ കൈ കാണിച്ച് നിർത്തിയിട്ട്, വാടാ നമുക്ക് ഓപ്പോസിറ്റ് പോവാം, അങ്ങോട്ടേക്ക് ഒരു ബസ് പോയിട്ടുണ്ട്, അതിന് ചേസ് ചെയ്ത് പിടിക്കുന്നു പറയണം. അല്പനേരം ബൈക്കുമായിട്ട് മുന്നോട്ടേക്ക് പോയപ്പോൾ എണ്ണ തീർന്നു പോകണം. ആള് പറയുന്നത്, സാറേ ഞാൻ എണ്ണ അടിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവായിരുന്നു, എണ്ണ ഇല്ലായിരുന്നു വണ്ടിയിൽ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ കോൺസ്റ്റബിൾ ആകെ തലയിൽ കൈ വെച്ച് നിന്നു പോവാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് ആ ഒരു സൈബർ സെൽ ഓഫീസർ ഉണ്ടല്ലോ, അയാൾ വഴി എങ്ങോട്ടേക്കാണ് മാണിക്യം പോകുന്നത് എന്നുള്ള ആ ഒരു ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് വസന്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. എന്നാൽ വസന്തിന് പറഞ്ഞു കൊടുക്കുന്ന ഓരോ ലൊക്കേഷനിലേക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല, ഫുള്ള് കാലിയാണ്. ഈ സമയത്താണ് വസന്തിന് മനസ്സിലായത്, അതായത് അവൻ എന്തോ പണി തരിക തോന്നുന്നു. അതേ സമയത്തിന് ആ ഓഫീസറെ കാണിക്കുകയാണ്, അയാളുടെ കൂട്ടുകാരൻ തൊട്ടടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നീ എന്തിനാണ് ഇത്രയും നേരം വഴി മാറ്റി പറഞ്ഞു കൊടുത്തതെന്ന് ആ ഓഫീസറോട് ചോദിക്കുമ്പോൾ അയാൾ ഒരു കാര്യം പറയുന്നുണ്ട്. എടോ, ഈ കാലത്തിൽ
ചുറ്റിലും ഇത്രയും നല്ലൊരു മനുഷ്യനുണ്ടാകുമ്പോൾ അയാൾ ചെയ്യാൻ പോകുന്ന ആ ഒരു നല്ല നന്മയെ അതെന്തിനാടാ ഞാനായിട്ട് ഇല്ലാതാക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ അവന് വഴി തെറ്റായിട്ട് പറഞ്ഞു കൊടുത്തത്. അയാൾ പോയിട്ട് യഥാർത്ഥ ഉടമസ്ഥൻ ആരാണോ അയാൾക്ക് ആ ഒരു ലോട്ടറി കൊടുക്കട്ടെ. ഇത് താണ്ടാ പോലീസ് കറക്റ്റ് ഡിസിഷൻ അല്ലേ? ആദ്യം എക്സ്ട്രാ കാശ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവനൊരു നാറിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആള് പക്കാ ഡീസന്റ് ആണ്. ഇതിനുശേഷം മാണിക്യത്തിന്റെ മകളുണ്ടല്ലോ, മകളെ കാണിക്കാണ്. മൂത്ത മകളെ കൊണ്ട് ഇപ്പൊ മാണിക്യത്തിനെ വിളിപ്പിച്ചിട്ടുണ്ട്. മോളെന്തിനാ അച്ഛനെ വിളിച്ചെന്ന് ചോദിച്ചപ്പോ അച്ഛൻ എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങോട്ടേക്ക് തിരിച്ചു വാ അച്ഛാ, ഞങ്ങളിന്നും വേണ്ട അച്ഛന്. ആ ലോട്ടറിയുമായിട്ട് ഇങ്ങോട്ടേക്ക് വാന്ന് മകളെ കൊണ്ട് ഇവർ പറയിപ്പിക്കുകയാണ്. ഇതേ നേരം മാണിക്യം പറയുന്നുണ്ട്, മോളെ അച്ഛൻ ഇപ്പൊ തിരിച്ചു വന്നാൽ ഇത്രയും കാലം ഞാൻ ജീവിച്ചതിന് യാതൊരു അർത്ഥവും ഇല്ലാതെയായിപ്പോ. ഒരു വലിയ മനുഷ്യന് അച്ഛനൊരു വാക്ക് കൊടുത്തായിരുന്നു. ആ വാക്ക് അച്ഛന് പാലിക്കണ്ടേ? നമുക്കറിയോ അച്ഛൻ ആരായിരുന്നു എന്ന്? അച്ഛന്റെ പഴയകാല ജീവിതം എന്തായിരുന്നു എന്ന് അറിയാലോ. അച്ഛന് ചെറുപ്പത്തിൽ ആരും ഉണ്ടായിരുന്നില്ല, അനാഥനായിരുന്നു. തെരുവിലൂടെ പോകുന്ന ആൾക്കാരുടെ പേഴ്സ് അടിച്ചു മാറ്റുക, അവരുടെ പണം കവർന്ന് ഓടുക, ഇതൊക്കെയായിരുന്നു അച്ഛന്റെ പരിപാടി. അങ്ങനെ ഒരു ദിവസം ഒരു പാവം ബായി അദ്ദേഹം ലോട്ടറി എല്ലാം വിറ്റ് നടക്കുന്ന സമയത്ത് അദ്ദേഹം എടുത്തു വെച്ച ആ ഒരു കാശ് പെട്ടെന്ന് തന്നെ അത് അടിച്ചു മാറ്റി അച്ഛൻ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു കേട്ടോ. ആ ബായി എന്റെ പിന്നാലെ വന്നെങ്കിലും ബായിക്ക് എന്നെ പിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഈ കാര്യത്തിൽ ഇടപെട്ട് ആ നാട്ടിലെ പ്രധാനിയായിട്ടുള്ള കള്ളന്മാരെയൊക്കെ പിടിച്ചു. കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ബായിയോട് കള്ളൻ നേരാണെന്ന് നോക്കി പറഞ്ഞു തരാൻ പറഞ്ഞു. ആ ബായി എന്നെ കണ്ടു ആ ഒരു കൂട്ടത്തില്. പക്ഷേ ആ കൂട്ടത്തിൽ ആരുമില്ല. എന്റെ കാശ് അടിച്ചു മാറ്റിയത് വേറെ കള്ളനാണെന്ന് പറഞ്ഞിട്ട് ആ ബായി അവിടുന്ന് പോയി. ഞാൻ അപ്പൊ തന്നെ ബായിയുടെ പിന്നാലെ ചെന്നു. ബായിന്റെ അടുത്ത് ചോദിച്ചു, ബായി നിങ്ങൾ എന്താ എന്നെ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കാതിരുന്നു? ഇപ്പൊ ബായി പറയണ, മോനെ നിന്നെ കണ്ട സമയത്ത് എനിക്ക് പാവം തോന്നിയടാ. എനിക്ക് തോന്നുന്നു നിനക്ക് ആരുമില്ലാന്ന്. നിനക്ക് നിന്റെ വിശപ്പ് മാറ്റാനായിരിക്കില്ല അവർ കാശെടുത്തത്, നീ അതെടുത്തോ. ബായിക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് മാണിക്യത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. എന്നിട്ട് ആ ബായെ കെട്ടിപ്പിടിച്ച് പറയാണ്, ഇത്രയും കാലം ഓരോ ആൾക്കാരും ഞാൻ എന്തെങ്കിലും ചെറിയൊരു തെറ്റ് ചെയ്താൽ എല്ലാവരും കൂടി എന്നെ ഭയങ്കരമായിട്ട് തല്ലുമായിരുന്നു, ഉപദ്രവിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരോടും എനിക്ക് പകയായിരുന്നു, എല്ലാവരോടും ദേഷ്യമായിരുന്നു. പക്ഷെ ബായ് ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് സ്നേഹം കാണിക്കുന്നത്. ഉറപ്പായിട്ടും ബായ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച ആ ഒരു കാശ് അത് ഞാൻ എന്തായാലും തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ട് മാണിക്യം പോയി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ആരും മാണിക്യത്തിന് ജോലി കൊടുക്കുന്നില്ല. അവൻ്റെ ഒരു കള്ളനായതുകൊണ്ട് തന്നെ കൂടെ നിർത്തിയാൽ പണി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ മാണിക്യം ഈ കാര്യം പോയിട്ട് ബായിയോട് പറയുന്നുണ്ട്, ആകെ കഷ്ടപ്പാടാണ് ബായ്, ആരും ജോലി തരുന്നില്ല. അപ്പൊ ബായ് കയ്യിലുണ്ടായിരുന്ന ആ ലോട്ടറി അവന് നേരെ നീട്ടിയിട്ട്, നിനക്ക് എന്റെ കൂടെ കൂടാൻ പറ്റുമോ? ഈ കച്ചവടം നമുക്ക് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. കയ്യും നീട്ടി മാണിക്യം ആ കാര്യം സ്വീകരിക്കുകയാണ്. ബായിയുടെ കയ്യിൽ നിന്നും കുറച്ചധികം ലോട്ടറി എടുക്കുകയാണ്. അവൻ ആ ഒരു നാട്ടിൽ മുഴുവൻ വിൽക്കാൻ നോക്കി. അവിടുന്ന് അധികം ആൾക്കാരും മേടിച്ചില്ല. എന്നാൽ പുറത്തെ നാട്ടിൽ പോയിട്ട് അവൻ ആ ലോട്ടറി വിറ്റപ്പോൾ ഒരുപാട് ആൾക്കാർ മേടിച്ചു. മാത്രമല്ല ആ കാശ് മുഴുവൻ ബായിക്ക് കൊണ്ടേ കൊടുത്തിട്ട് പറയണം, ബായ് എനിക്ക് ഇനിയും ടിക്കറ്റുകൾ വേണം, നാളെ മുതൽ ഞാൻ നന്നായിട്ട് കച്ചവടം ചെയ്യാന്ന് പറയണം. അങ്ങനെ ബായിയുടെ കൂടെ തന്നെയായി നമ്മുടെ മാണിക്യം. ആ സമയത്ത് പല ആൾക്കാരും ബായിയോട് പറയുന്നുണ്ട്, കൂടെ നിർത്തേണ്ട, കള്ളച്ചക്കനാണ്, ഉള്ളത് മുഴുവൻ അടിച്ചു മാറ്റി കൊണ്ടുവന്നു. എന്നാൽ ബായി അതൊന്നും കേട്ട ഭാവം നടിച്ചില്ല കേട്ടോ. അവനെ ചേർത്ത് പിടിച്ചു. മാത്രമല്ല ഈ ബായി വലിയ പൈസക്കാരനൊന്നും അല്ല, കുറച്ച് പൈസയെ സമ്പാദിക്കുന്നുള്ളൂ. എന്നിട്ട് അതിൽ നിന്നും വലിയൊരു വിഹിതം പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പൊ ഇത് കണ്ട് മാണിക്യം ചോദിക്കുകയാണ്, അല്ല ബായ് നമ്മുടെ കയ്യിൽ ഒരുപാട് കാശൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനെങ്ങനെ ചെയ്യുന്നത്? ഇപ്പൊ ബായ് ഒരു കാര്യം പറയുന്നുണ്ട്, മോനെ എന്താ ഈ സന്തോഷം? നമ്മൾ സമ്പാദിക്കുന്ന ഈ കാശുണ്ടല്ലോ അത് ഒരുപാട് കയ്യിലുണ്ടായാൽ നമുക്ക് സന്തോഷം കിട്ടുമോ? ഇല്ല. എന്നാലുണ്ടല്ലോ ഈ കാശ് കൊണ്ട് നമ്മൾ പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിൽ നീ ഒന്ന് നോക്കി ഒരു സന്തോഷം കാണുന്നില്ലേ, ഒരു തൃപ്തി അവരുടെ മനസ്സിൽ കാണുന്നില്ലേ? അത് മതി മോനെ എനിക്ക്. അതിലൂടെ എനിക്ക് കിട്ടുന്ന സന്തോഷം അത്ര മതിയടാ. ലൈഫ് എന്തൊരു രസമായിരിക്കുമെന്നോ. സത്യം പറഞ്ഞാൽ ബായിയുടെ ആ ഒരു വാക്കുകളൊക്കെ വല്ലാണ്ട് മാണിക്യത്തിന്റെ ഹൃദയത്തെ തൊടുന്നുണ്ടായിരുന്നു. പതിയെ 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 ബായിയെ പോലെ തന്നെ മാണിക്യവും മാറുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് കംപ്ലീറ്റ്ലി ഒരു കള്ളനിൽ നിന്നും ഒരു മറ്റൊരു ലെവലിലേക്ക് അവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ കാലം സമ്പാദിച്ചു. രണ്ടുപേരും ഒരു ചെറിയ കടയെല്ലാം തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പോലീസുകാർ പെട്ടെന്ന് കടയിലേക്ക് വരികയാണ്. പാവം മാണിക്യത്തിനെ അടിച്ചെടുത്ത് ഇവർ കൊണ്ടുപോകണം. കാരണം അപ്പുറത്ത് എവിടെ ഒരു വലിയ മോഷണം നടന്നു. അത് ചെയ്തത് ഇവനാണെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവനെ വണ്ടിയിൽ വലിച്ചു കയറ്റിയിട്ട് കൊണ്ടുപോകണം. ആ സമയത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ബായി ആണെങ്കിൽ പോലീസുകാരുടെ ജീപ്പിന്റെ പിന്നാലെ ഓടുന്നുണ്ട്. അവനങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, ചെളി ഉണ്ടായിരുന്നു. ആ ചെളിയിൽ ചവിട്ടി ബായി നിലത്തേക്ക് വീഴാണ്. വീഴ്ചയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിൽ പോയിട്ട് തലയടിക്കുന്നുണ്ട്. ഇത് കണ്ടപാട് തന്നെ മാണിക്യം പോലീസ് ജീപ്പിൽ നിന്നും പുറത്തേക്ക് ചാടി ഇറങ്ങാണ്. ബായിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ബായിയെ കെട്ടിപ്പിടിച്ച് കരയാണ്. ബായിയോട് ഒരു കാര്യം പറയുന്നുണ്ട്, ബായി ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ കട്ടിട്ടില്ല. അപ്പൊ ബായി പറയുന്നുണ്ട്, മോനെ എനിക്ക് നന്നായിട്ട് അറിയാം നീ അത് ചെയ്യില്ല എന്ന്. പണ്ട് നീ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് ആൾക്കാർ ഇപ്പോഴും നിന്നെ ആ രീതിയിൽ കാണുന്നത്. ഒരു കാരണവശാലും എത്ര കഷ്ടപ്പെട്ടാലും മോൻ പഴയ ആ ഒരു ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു പോകരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ മാണിക്യത്തിന്റെ കയ്യിൽ വെച്ച് തന്നെ ബായി മരണപ്പെട്ടു പോവാണ്. അവസാനമായിട്ട് ബായി മാണിക്യത്തോട് പറഞ്ഞ ആ ഒരു കാര്യം ഇന്ന് വരെ മാണിക്യം ആ ഒരു കാര്യം മറന്നിട്ടില്ല. മാണിക്യം ഈ ഒരു കാര്യം തന്റെ മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ അന്ന് ബായി അച്ഛന്റെ കയ്യിൽ വെച്ച് മരിക്കുന്ന സമയത്ത് അച്ഛനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മോൾക്ക് ആ കാര്യമൊക്കെ മനസ്സിലായില്ലേ? ഇനി മോള് പറ, അച്ഛൻ വീട്ടിലേക്ക് വരണോ അല്ലെങ്കിൽ ഈ ലോട്ടറിയുമായിട്ട് ആ അപ്പൂപ്പന്റെ വീട്ടിലേക്ക് പോകണോ? മോള് പറയുന്നത് പോലെ അച്ഛൻ ചെയ്യാന്ന് പറയണം. അപ്പൊ തന്നെ മൂത്ത മോള് പറയുന്നുണ്ട്, അച്ഛാ ഒരു കാരണവശാലും ലോട്ടറിയുമായിട്ട് അച്ഛൻ ഇങ്ങോട്ടേക്ക് വരണ്ട, ആ അപ്പൂപ്പന് തന്നെ അത് കൊണ്ടേ കൊടുക്കണം, ഒരിക്കലും അച്ഛൻ വാക്ക് തെറ്റിക്കാൻ പാടില്ല എന്ന് പറയാണ്. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന സുമതി അടക്കം എല്ലാവരും കരയാണ്. മാണിക്യത്തിന് ഇതുപോലൊരു ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് മുന്നേ ഉണ്ടായിരുന്നു എന്ന് ഇവർക്കാർക്കും അറിയില്ലായിരുന്നു. മാത്രമല്ല എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇത്ര നേരും നെറിയോടെ ജീവിക്കുന്നതെന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ സുമതി അടക്കം എല്ലാവരും തീരുമാനിച്ചു, ഇനി ആരും മാണിക്യത്തിനെ തിരിച്ചു വിളിക്കേണ്ട, അദ്ദേഹത്തിന് എന്താണോ ഇഷ്ടം അതുപോലെ തന്നെ
തന്നെ ചെയ്തോട്ടെ. അങ്ങനെ ഫോണെല്ലാം കട്ട് ചെയ്ത് ഇപ്പൊ മാണിക്യം നേരെ ബസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ അപ്പൂപ്പന്റെ വീടിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കറക്റ്റായിട്ട് മാണിക്യത്തിന് ഇപ്പോഴും അറിയില്ല. അങ്ങനെ പോകുന്ന വഴിയിലെല്ലാം ഈ അപ്പൂപ്പനെ കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അങ്ങനെ പോകുന്നത് കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ആ അപ്പൂപ്പനെ ഒരു വീടിന്റെ മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണുകയാണ്. ബസ്സിനോട് നിർത്താൻ പറഞ്ഞെങ്കിലും കുറച്ചധികം മുന്നോട്ടേക്ക് പോയിട്ടാണ് ബസ് നിർത്തുന്നത്. വേഗം തന്നെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ വീടിന് ലക്ഷ്യമാക്കിയിട്ട് മാണിക്യം വരികയാണ്. എന്നാൽ ഇതേ നേരത്ത് കോൺസ്റ്റബിൾ സർഗുണം അയാളുടെ അളിയൻ രണ്ടുപേരും വന്നിട്ട് മാണിക്യത്തിന് പിടിക്കുകയാണ്. പിടിച്ച വാർഡ് തന്നെ എവിടാ കഞ്ചാവ് എന്നും പറഞ്ഞിട്ട് അവനിട്ട് 4 അടി അടിക്കാണ്. അടിച്ച് നിലത്തിട്ട് അവന്റെ കൈയും കാലൊക്കെ കെട്ടിയിടുകയാണ് കേട്ടോ. അതായത് എന്താണ് മാണിക്യം പറയുന്നതെന്ന് ഇവര് കേൾക്കുന്നില്ല. ഇവരോട് രണ്ടുപേരോടും ഈ നാട്ടിലെ SI ആയിട്ടുള്ള ശിവ പറഞ്ഞിട്ടുള്ള എന്താണ് ഇവരുടെ കയ്യിൽ കഞ്ചാവ് ഉണ്ട് എന്നാ. അപ്പൊ അതുകൊണ്ടാണ് മാണിക്യത്തിനെ ഇവര് രണ്ടുപേരും അടിച്ചത് തന്നെ. പിന്നീട് വേഗം തന്നെ ഇവര് ശിവയെ വിളിക്കുന്നുണ്ട്, സാറേ ആളെ കിട്ടിയെന്ന്. ഇത് കേട്ട പാട് തന്നെ ശിവയുടെ മുഖക്കാകെ മാറുന്നുണ്ട്. ആളെ കിട്ടിയോ? ഒരു കാര്യം ചെയ്യ്, ലൊക്കേഷൻ ഒന്ന് അയക്ക്, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാന്ന് പറയാണ്. അപ്പൊ അവിടുന്ന് ലൊക്കേഷൻ അയക്കാൻ നോക്കുമ്പോൾ നെറ്റിന് അത്ര സ്പീഡില്ല. അതുകൊണ്ട് രണ്ടുപേരും കുറച്ച് അപ്പുറത്തേക്കൊന്ന് മാറി നിന്ന് ആ ലൊക്കേഷൻ പോലീസുകാരൻ അയച്ചു കൊടുക്കുകയാണ്. ഇതിനുശേഷം തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന ആ അപ്പാപ്പന്റെ വീട് കാണിക്കുകയാണ്. അപ്പാപ്പന്റെ വീട്ടിന് മുന്നിലായിട്ട് മകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവളുടെ ഫോണിലേക്ക് ഇപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും അമ്മ വിളിച്ചിട്ടുണ്ട്. എന്തായാലും നിന്റെ അച്ഛനെ കൊണ്ട് സ്ത്രീധനം മുഴുവനായിട്ട് തരാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ മോനെ ഞാൻ മറ്റൊരു പെൺകുട്ടിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒരു ധൈര്യമില്ലാതെ ആ തള്ള അങ്ങനെയും പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. പാവം ആ ഒരു പെൺകുട്ടി അവളുടെ വയറും തൊട്ടുകൊണ്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. വയറ്റിലൊരു കുഞ്ഞുണ്ട്, പ്രസവിക്കണ്ടേ, കുഞ്ഞിനെ നോക്കണ്ടേ, ഇനി എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകും? അവൾക്ക് ഒരു നിവൃത്തിയില്ല, ഒരു വഴിയുമില്ല. ഇതേ നേരം തന്നെ SI രാജേന്ദ്രൻ അയാൾക്ക് കൂടെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രാജേന്ദ്രൻ ഇങ്ങോട്ടേക്ക് വന്ന് കൂടെ തന്നെ സർഗുണവും മറ്റേ കോൺസ്റ്റബിൾസും ഇവരെല്ലാവരും നമ്മുടെ മാണിക്യത്തിനെ കെട്ടിവെച്ച ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആ ഒരു കയറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കയറ് മുറിച്ച് മാണിക്യം നേരത്തെ രക്ഷപ്പെട്ട് കഴിഞ്ഞു കേട്ടോ. കാരണം ഇവരെല്ലാവരും കെട്ടിയിടുന്നതിന് മുന്നേ തന്നെ മാണിക്യം കയ്യിലൊരു കല്ല് വെച്ചായിരുന്നു. ആ കല്ല് വെച്ച് ഒരച്ചൊരച്ച് കയറ് മുറിച്ച് അവൻ രക്ഷപ്പെട്ടു പോയി. ഇതേ നേരം തന്നെ ആ അപ്പൂപ്പന്റെ വീട്ടില് മകളുണ്ടല്ലോ. ഈ വിളിച്ച കാര്യമൊന്നും മകള് അവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ ഒരു ലൈഫ്, ഈ ജീവിതം എനിക്കിനി വേണ്ട, മരിച്ചു കളയാം ഇതും പറഞ്ഞ് അവൾ ഉള്ളിൽ ചെന്ന് ആ വയറും തൊട്ട് തന്റെ കുഞ്ഞിനെയും നോക്കി, അതായത് വയറ്റിൽ കിടക്കുന്ന ആ ഒരു കുഞ്ഞിനെയും നോക്കി ആ വിഷം കയ്യിലുണ്ടായിരുന്നു അത് കുടിക്കാൻ നിൽക്കുകയാണ്. ആ നേരത്താണ് പുറത്തെന്തൊക്കെയോ ബഹളം അവള് കേൾക്കുന്നത്. അതായത് ആ വീട്ടിലേക്ക് നമ്മുടെ മാണിക്യം കയറി വന്നു. മാണിക്യത്തിനെ കണ്ട പാട് തന്നെ ഈ അപ്പാപ്പൻ ചോദിക്കുകയാണ്, അല്ല മോനെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഓടി വന്ന് ഈ അപ്പാപ്പനെ എടുത്തു നോക്കിയിട്ട് മാണിക്യം പറയാണ്, അപ്പാപ്പ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാ തോന്നുന്നത്, നിങ്ങൾക്ക് 1.5 കോടി രൂപ ലോട്ടറി അടിച്ചു എന്ന് പറയണം. അപ്പൊ ഈ ശബ്ദം കേട്ട് പുറത്ത് വന്ന അപ്പാപ്പന്റെ മകൾ കേൾക്കുന്നത് ഈ ഒരു കാര്യമാണ് കേട്ടോ. സന്തോഷവും സങ്കടവും എല്ലാം കൂടി ആയിട്ട് കരച്ചിലടക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് അപ്പാപ്പൻ നമ്മുടെ മാണിക്യത്തോട് ചോദിക്കാണ്, അല്ല മോനെ ഞാൻ ഇതിന്റെ കാശൊന്നും തന്നിട്ടില്ലല്ലോടാ, പിന്നെ എന്തിനാടാ നീ ഇതെടുത്ത് ഇങ്ങോട്ടേക്ക് വന്നത്? ഒരു കാര്യം ചെയ്യാം മോനെ, നമുക്ക് ഇതിന്ന് കിട്ടുന്ന കാശ് അത് പപ്പാതിയാക്കി എടുക്കാം. എന്നാ മാണിക്യം പറയണ്, അപ്പാപ്പ ഒന്നും എനിക്ക് വേണ്ട, ഈ സാധാരണ ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു കമ്മീഷൻ കിട്ടും, ആ കമ്മീഷൻ മാത്രം എനിക്ക് മതി. അല്ലാതെ ഇതിന്റെ പകുതി തരികയാണെങ്കിൽ ഇത്രയും ദൂരം ഞാൻ നിങ്ങളെ തേടി വന്നില്ലേ, അതിന് യാതൊരു അർത്ഥവും ഇല്ലാതെയായി പോകും. എന്തായാലും ഈ ബഹളെല്ലാം കേട്ട് നാട്ടുകാർ അങ്ങോട്ടേക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ അപ്പാപ്പൻ പറയാണ്, കണ്ടോ ഞാൻ ഇതിന്റെ കാശ് പോലും കൊടുത്തിട്ടില്ലടോ, ഇതവിടെ മാറ്റി വെച്ചേക്ക്, ഞാൻ വരുമ്പോ കാശ് തരാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ ആ ടിക്കറ്റിന് ലോട്ടറി അടിച്ചു, അത് തരാൻ വേണ്ടി ഇവൻ ഇവിടെ വരെ വന്നു, അത് അവന് സ്വന്തമായിട്ട് എടുക്കായിരുന്നു, എന്നിട്ടും അവൻ അത് ചെയ്തില്ല. നാട്ടുകാരോട് മുഴുവനായിട്ട് നമ്മുടെ അപ്പാപ്പൻ ഈ ഒരു കാര്യം പറയണം കേട്ടോ. എല്ലാവരും ഈ ഒരു കാര്യം ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈവായിട്ട് വീഡിയോ പബ്ലിഷ് ചെയ്യാണ്. കാരണം ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഇത് കേട്ടോ. അതേ നേരം തന്നെ SI രാജേന്ദ്രൻ പിന്നെ കോൺസ്റ്റബിൾ സർഗുണം ഇവരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവനെ പോയിട്ട് അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഇപ്പൊ രാജേന്ദ്രൻ പറയണ വേണ്ട, ഇവിടുന്ന് പോവാന്ന്. കാരണം പെടും, പോലീസുകാർ അവനെ തൊട്ടാ പെടും. എന്തായാലും അപ്പൂപ്പനെ ആ ഒരു ടിക്കറ്റും കൊടുത്ത് നമ്മുടെ മാണിക്യം അവിടുന്ന് തിരിച്ചു പോവാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ എടുത്ത വീഡിയോസ് ഉണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അത് മുഴുവനായിട്ടും വൈറലായി. വൈറൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഇതിനെക്കുറിച്ച് പറഞ്ഞു. അവസാനം സെലിബ്രിറ്റി സിനിമാ നടൻ ആര്യ അയാൾ വരെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ മാണിക്യത്തിനെ അഭിനന്ദിക്കുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ വളരെ ശാന്തമായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് മാണിക്യം നേരെ ബസ്സിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അതാണ് സമാധാന സന്തോഷമുള്ള മനുഷ്യന് ഇത് അതുപോലെ ഉറങ്ങാൻ കഴിയും. എന്തൊരു സുഖമായിട്ട് അയാൾ ഉറങ്ങുന്നതെന്ന് കണ്ടോ. എന്നാൽ ആ ബസ്സിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ കണ്ട നമ്മുടെ മാണിക്യത്തിനെ കണ്ട് മനസ്സിലാക്കി, ഇത് അയാളല്ലേ ലോട്ടറി തിരിച്ചു കൊടുത്ത ആ ഒരു വലിയ മനുഷ്യൻ. അങ്ങോട്ടേക്ക് ചെന്ന് മാണിക്യത്തിനെ ഈ ചെറുപ്പക്കാരൻ ബുദ്ധിമുട്ടിച്ചില്ല കേട്ടോ. മാണിക്യൻ ഉറങ്ങുന്ന സമയത്ത് തന്നെ ഒരു സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാണ്. അപ്പൊ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി ഏത് ബസ്സിലാണ് മാണിക്യം ഉള്ളത്. അതുകൊണ്ട് അവൻ ആ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് വന്ന് ഇറങ്ങി. ആ നേരം ബസ് സ്റ്റാൻഡിലെ ആളുകൾ തടിച്ചു കൂടിയിരിക്കുകയാണ് നമ്മുടെ മാണിക്യത്തിനെ കാണാനായിട്ട്. അതിൽ ചില സ്ത്രീകളൊക്കെ വന്ന് അവനോട് ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് എങ്ങനെയാടാ ഇതൊക്കെ പറ്റുന്നത്? ഈ സമയത്തും ഇതുപോലെ നല്ല മനുഷ്യരൊക്കെ ഉണ്ടോടാ? കണ്ണ് കാണാൻ പറ്റാത്ത ഒരു സ്ത്രീ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവര് പറയണം, മോനെ എനിക്ക് കണ്ണില്ലല്ലോടാ, എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോടാ. അപ്പോഴേക്കും മിനിസ്റ്റർ വിളിപ്പിച്ച് കുറച്ച് ആളുകൾ അങ്ങോട്ടേക്ക് വരികയാണ്. നേരെ മന്ത്രിയുടെ വീട്ടിലേക്ക് തന്നെ മാണിക്യത്തിനെ കൂട്ടിക്കൊണ്ടുപോവാണ്. ഓൾറെഡി അങ്ങോട്ടേക്ക് സുമതിയും 2 മക്കളായിട്ടുള്ള ലതിക, അമുത 2 പേരെയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് മന്ത്രി ഒരുപാട് നേരം മാണിക്യത്തോട് സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ മാണിക്യത്തോട് ഒരു കാര്യം പറയുന്നുണ്ട്, നിനക്ക് നല്ലൊരു വീടില്ലാന്ന് പറഞ്ഞു, ഞങ്ങൾ നിനക്ക് വീട് വെച്ചരാൻ പോവാണ്. അതുപോലെ തന്നെ നിന്റെ മകളുടെ ഓപ്പറേഷൻ അതും ഞങ്ങൾ ചെയ്യാൻ പോവാണ്. ഇപ്പൊ മാണിക്യം ചോദിക്കുകയാണ്, സാറേ അതൊക്കെ എന്തിനാ എനിക്ക് വേണ്ടി ചെയ്യുന്നത്? ഞാൻ അതിന് മാത്രം എന്താ ചെയ്തത്? ഇപ്പൊ മന്ത്രി പറയാണ്, മാണിക്യം നീ ഇത് വേണ്ട എന്ന്
എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെപ്പോലെയുള്ള നല്ല ആളുകൾ ഈ ലോകത്ത് വേണം. അത് ബാക്കിയുള്ളവർ അറിയണം. ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും എന്ന് അറിയണം. ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമായിട്ട് നീ ഞങ്ങൾ തരുന്ന ഈ ഉപഹാരം സ്വീകരിക്കണം എന്ന് പറയണം. അങ്ങനെ അവസാനം മാണിക്യം അത് സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫാമിലിയും കൂട്ടിയിട്ട് മാണിക്യം പുറത്തേക്ക് വരുന്നുണ്ട്. ഒരുപാട് ചാനലുകാർ, ഓൺലൈൻ മീഡിയക്കാർ എല്ലാവരും അവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ്. അപ്പൊ അവരെല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്ന്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മാണിക്യം പറയാണ്, സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പേടിയാവുകയാണ്. ഞാൻ ചെയ്തത് ഒരു സാധാരണ കാര്യമല്ലേ. നിങ്ങളുടെ എല്ലാം സംസാരം കേൾക്കുമ്പോൾ ഇതൊരു അസാധാരണമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാം, നമ്മുടേതല്ലാത്തൊരു കാശ് അത് നമുക്ക് ആവശ്യമുണ്ടോ? സന്തോഷം തരും ആ ഒരു കാശ് നമുക്ക്. ഞാൻ ഒരേ ഒരു കാര്യം പറയുന്നുള്ളൂ, ഞാൻ ചെയ്തതും അത് തന്നെയാണ്. എന്റേതല്ലാത്തൊരു മുതല്, ഒരു കാശ് അതെനിക്ക് വേണ്ട. ആ സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും വേഗം അവിടുന്ന് ഓടി മറിയാണ്. ആ നേരത്ത് ആൾക്കൂട്ടത്തിലായിട്ട് ഒരാളെ മാണിക്യം കാണുന്നുണ്ട്, മരിച്ചുപോയ അവന്റെ ഭായിയെ. ആ ഭായി പറഞ്ഞതുപോലെ തന്നെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ മാണിക്യത്തിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ട്. പിന്നീട് ഭാര്യയും 2 മക്കളെയും ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകണം. അതുപോലെ തന്നെ ആ അപ്പൂപ്പന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മകളുടെ പ്രശ്നം എല്ലാം കാശ് കൊണ്ട് തീർത്തു കഴിഞ്ഞു. ബാക്കിയുള്ള കാശ് ഉപയോഗിച്ച് അവരുടെ നാട്ടിൽ നല്ലൊരു ആശുപത്രി ഇല്ല, ആ ആശുപത്രിയുടെ കാര്യങ്ങൾ നന്നായിട്ട് നടക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ആ ഒരു പൈസ കൊടുക്കുകയാണ്. അതുപോലെ സിനിമയുടെ അവസാനം ലതിക, അതായത് മാണിക്യത്തിന്റെ മൂത്ത മകളോട് അവളുടെ കുടുംബത്തിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞായിരുന്നല്ലോ, ആ കാര്യം ഇപ്പൊ അവൾ എഴുതുകയാണ്. തന്റെ അച്ഛൻ അദ്ദേഹം ചെയ്ത ആ ഒരു കാര്യം, ഒരു മകൾക്ക് വേണ്ടി അച്ഛന് കൊടുക്കാൻ പറ്റുന്നത് ഇതിനേക്കാൾ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ലേ. അവൾക്ക് അവളുടെ അച്ഛനെ കുറിച്ച് എഴുതിയാലും തീരാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ ആ മനുഷ്യൻ അവിടെ ചെയ്തു വെച്ച് കഴിഞ്ഞു. അവൾ അത്രയും സന്തോഷത്തിൽ ആ ഒരു കാര്യം എഴുതുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. നല്ല സിനിമയല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.